ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. യെസ്, സോ നമ്മളിന്ന് പാതിരാത്രി കണ്ടിറങ്ങിയിരിക്കുകയാണ്. പാതിരാത്രി അല്ല, നമ്മൾ രാവിലെയാണ് കണ്ടത്. സോ പാതി നിർത്തിയ പോലെ എനിക്ക് തോന്നി പേരിനോട് ഇതായിട്ട് പറയുകയാണെങ്കിൽ. സംവിധാനം ചെയ്തിട്ടുള്ളത് റെത്തീന, പുഴുവിന്റെ സംവിധായകയാണ്. സോ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത്രയ്ക്കൊന്നും ഹുക്ക് ഒന്നും തോന്നിയില്ല. ഷാജി മാറ പൂഞ്ചിറ സ്ക്രിപ്റ്റ് റൈറ്റർ. ആ സിനിമ ഇഷ്ടമായിരുന്നു, ഏട്ടനത് കണ്ടിട്ടില്ല, പക്ഷെ ഇലവീഴ പൂഞ്ചിറ അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിംഗ് ഒക്കെ ഞാൻ വിചാരിച്ച ഒരു റോന്ത് പടം നമുക്ക് കണ്ട അതേപോലത്തെ ഒരു ചെറിയൊരു സാധനം ഉണ്ട്, കാരണം രാത്രിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പക്ഷെ നമ്മളങ്ങനെ എൻഗേജിങ് അല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്, അതും നമ്മളെ അങ്ങനെ നമുക്കറിയാം, കാരണം ഇതിലും കൂടുതൽ ഒന്നും ഇല്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിരിക്കുന്നത്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. ഞാൻ പക്ഷെ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇപ്പം നവ്യ നായർ ആണെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ്, റോൾ ആണെങ്കിലും ഇത്രയും നാൾ നമ്മുടെ ഒരു എന്താ പറയുക ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിംസ് മാത്രം ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു റോൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൗബിനാണ് സെയിം ഒരു സിമിലർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ കാന്താരയിലുള്ള വില്ലൻ അശ്വത് കുമാർ, അപ്പോ ആളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വളരെ കുറച്ച് സീൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മള് എവിഡന്റ് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള അത്ര ഒരു ഡെപ്തുള്ള സ്റ്റോറി അല്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഇതാണ്. അതുകൊണ്ട് നമുക്ക് ആരും അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അഭിനയിച്ചു അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സർ ഓക്കെ അത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കൂ. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.